എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്ക്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വലിയ 2 എടുത്തിട്ടുണ്ട്, 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒരു 3 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്, കാരണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി മുറിച്ചതിന് ശേഷം കഴുകുന്നില്ല, മുറിച്ചിട്ട് അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്യണം. ഒന്ന് ചെറുതായിട്ട് കളറ് മാറാൻ തുടങ്ങുമ്പോഴേക്കും അത് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ എണ്ണ പകുതി മാറ്റിയതിന് ശേഷം പകുതി ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മാത്രമായിട്ട് അതിൽ വെക്കുക. അതിനുശേഷം ഈ എണ്ണയിൽ തന്നെയാണ് ഇതെല്ലാം വറുത്തെടുക്കുന്നത്, വഴറ്റിയെടുക്കണം ഇതെല്ലാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, തക്കാളി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ നേരത്തെ ഇട്ടു. ഇപ്പോൾ സവാളയും ചേർക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കണം. ഇത് കുറച്ച് നന്നായിട്ട് വഴറ്റണം. കുറച്ച് ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടുണ്ട് കേട്ടോ, അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മുറി നാളികേരം ചിരകിയത്, അതിൻ്റെ പാലും എടുത്തിട്ടുണ്ട്. മിക്സിയിൽ അരച്ചതിന് ശേഷം അതിൻ്റെ പാലെടുത്താണ്. ഗ്രീൻ പീസ് വേവിച്ചത്, ഉപ്പ് ഇട്ടിട്ട് വേവിച്ചതാണത്, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചതാണ്. ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് വെച്ചതും കൂടി അതിലേക്ക് ഇടാം. അതിന് ശേഷം ഇപ്പോൾ അരച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഗ്രീൻ പീസിൽ ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അതുപോലെ ഉള്ളി ഇതെല്ലാം വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം കഴിക്കാവുന്ന ഒരു നല്ല കറിയാണിത്. നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം.